ഓണസദ്യ സീരീസിലെ 6ാമത്തെ വിഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടി. അപ്പോൾ നമുക്കൊരു 10 പേർക്കൊക്കെ ഉള്ളൊരു സദ്യ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരൊറ്റ ബീറ്റ്റൂട്ട് മതിയാവും കേട്ടോ. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമല്ലേ ഇലയിൽ പച്ചടിയൊക്കെ വിളമ്പാറുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബീറ്റ്റൂട്ട് നമുക്ക് ആവശ്യത്തിനുണ്ടാവുമേ. അപ്പോൾ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത ബീറ്റ്റൂട്ട് ഇതുപോലൊന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കങ്ങ് വേവിച്ചെടുക്കാം. സദ്യയൊക്കെ വെക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒരു വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പൾസ് മോഡിലിട്ട് 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം അങ്ങ് ഓണാക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാമേ. ഈ സമയത്തൊക്കെ നമ്മളുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് തിളയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി വളരെ കുറവായിട്ടുള്ള തൈര് 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാമേ. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളയ്ക്കാനായിട്ടൊന്നും നിൽക്കേണ്ട. ഇതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുകങ്ങ് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വിഭവമായിട്ട് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.